ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ദയാറിൻ്റെ വീട്ടിലോട്ടുള്ളത്. ഇന്നാണ് ചേച്ചീൻ്റെ വളക്കാപ്പ് 7ാം മാസം കൂട്ടിക്കൊണ്ടുപോകുന്ന ചടങ്ങ്. അതിൻ്റെ ഒക്കെ ഒരു കുഞ്ഞു വ്ളോഗായിട്ട് ഇന്ന് രാവിലെ ഒരു 7 മണിയാകുമ്പോൾ തന്നെ അജിത്തേട്ടനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഡെക്കറേഷൻ പരിപാടിക്ക് വേണ്ടിയിട്ട്. ചേച്ചി ഇതാ വമ്പൻ കലിപ്പാണ്, വേറൊന്നുമില്ല. അവർക്ക് രണ്ടാക്കും ഇന്ന് മാച്ചിങ് ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് ഷർട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളോട്. ഞാനും ഏട്ടനും കൂടി ഇന്നലെ കുറ്റിപ്പുറമൊക്കെ പോയി ഒരു ഷർട്ട് എടുത്ത്. പക്ഷേ ചേച്ചിക്ക് അറിയില്ല ഷർട്ട് എടുത്ത കാര്യം. ഞങ്ങൾ ആ കളർ കിട്ടാനില്ല, നമുക്ക് പഴയ ഷർട്ട് ഉണ്ടായിട്ടുണ്ട്, ആ സെയിം കളറാണ്, അതെടുക്കുക, അത് കുറച്ച് നിറച്ചുണ്ട്, അപ്പോൾ കളർ മുക്കി തരാമെന്നൊക്കെ പറഞ്ഞ് ചേച്ചീനെ സോപ്പിട്ട് നിർത്തിക്കായിരുന്നു. രാവിലെ ആയിട്ടും ഞങ്ങൾ കളർ മുക്കണമില്ല, കളർ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ കലിപ്പിലാണ് ചേച്ചി നിൽക്കുന്നത്. ചേച്ചിനെ സോപ്പിടാൻ വേണ്ടിയിട്ട് ഏട്ടൻ പറഞ്ഞു കട തുറക്കട്ടെ, ഞാൻ പോയി കളർ മേടിക്കുക, വെയിലത്തിട്ട് വേഗം ഉണങ്ങും എന്നൊക്കെ പറഞ്ഞ് ഒതുക്കി നിർത്തിക്കുകയാണ്. ആ ഗ്യാപ്പിന് വിഷ്ണാണ്ണനും കുട്ടാപ്പാട്ടനും പോയി ഇലയൊക്കെ വെട്ടി, ഞാൻ ആ ഇലയൊക്കെ തുടച്ച് അജിത്തേട്ടൻ ഫ്രെയിം സെറ്റാക്കി. ഫ്രെയിമിൻ്റെ മേലെ ഇല കയറ്റാട്ടോ. ഫ്രെയിം ഞങ്ങൾ ഉദ്ദേശിച്ചതിനെക്കാട്ടി കുറച്ച് വലിപ്പം കൂടിയതുകൊണ്ട് കുറച്ചും കൂടി സാധനം മേടിക്കാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും വിഷ്ണാണ്ണനും കൂടി നേരത്തെ കുറ്റിപ്പുറം പോയി സാധനമൊക്കെ വാങ്ങിച്ച് തിരിച്ച് വന്നപ്പോഴത്തേന് ഒരു സമയമായിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾക്ക് വീഡിയോസ് ഒന്നും പിന്നെ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ചേച്ചിനെ വീട്ടിൽ നിന്ന് വന്ന് ഇതാട്ടോ നമ്മുടെ ഫ്രെയിം സെറ്റ് ചെയ്ത് എങ്ങനെയുണ്ട്, അടിപൊളിയിൽ എനിക്ക് നല്ല ഇഷ്ടമായി. ആ ധർമ്മക്കോള് മേടിച്ചത് അമ്മയും കുട്ടീനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നേ. അങ്ങനെ അതാ വീട്ടിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് ചേച്ചീൻ്റെ ഫ്രണ്ട്സാട്ടോ, രണ്ടാൾ സുരഭി ചേച്ചിയും അശ്ന ചേച്ചിയും. ഇതിൻ്റെ അമ്മയും മേമയാട്ടോ, രണ്ടാളും ഫോട്ടോക്ക് പോസ് ചെയ്താണ്. പക്ഷെ ഞാൻ എടുത്തത് വീഡിയോ ആയിപ്പോയി. അവിടെ നിന്ന് തന്നെ ചേച്ചി ഇതാ കൂട്ടി കൊടുന്ന് കാണിച്ചു തരും, ഇതൊക്കെ വീഡിയോ എടുത്തോ അത്. അപ്പോൾ ഇതാ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന സാധനങ്ങളാട്ടോ. ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് പ്രസവത്തിന് കൂട്ടി കൊണ്ടുപോകാൻ വേണ്ടി വരുമ്പോൾ പലഹാരങ്ങൾ, ഒരു കൊല പഴം, പിന്നെ എന്തെങ്കിലും ഫർണിച്ചർ ഐറ്റംസ് ഒക്കെ ആയിട്ട് ഞങ്ങളുടെ അവിടെ കൊണ്ടും. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഒരു ടേബിളാട്ടോ കൊടുക്കുന്നത്. വേറെ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ഇതുണ്ടോയെന്ന് അറിയില്ല, ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരു സൈഡിൽ ഇതവിടെ ഫുഡും കൊടുക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ബിരിയാണി ആയിരുന്ന ഫുഡ്. ചേച്ചീനെ വേഗം ഫുഡ് കഴിപ്പിച്ച് ഞങ്ങൾ ഡ്രസ്സ് മാറ്റാൻ വേണ്ടി അകത്ത് കയറ്റിയിട്ടുണ്ട്. ക്യാമറമാന്മാരും കട്ട പോസ്റ്റ് ആട്ടോ. 11 മണിക്ക് പാവകൾ വന്നിക്കണ്. 2:45 ആകുമ്പോഴത്തേന് ഇവർക്ക് ഇറങ്ങും വേണം. അതിൻ്റെ ഉള്ളിൽ ഈ വളക്കാപ്പിൻ്റെ ഫംഗ്ഷനും കഴിയണം. അപ്പോൾ എല്ലാവരും ഇതാ വേഗം ഫുഡൊക്കെ കൊടുത്തിട്ട് ഏകദേശം ഫംഗ്ഷനുക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏട്ടനാട്ടയ്ക്ക് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തന്നത്, ഏട്ടെടുത്തന്ന്, പിന്നെ ചേച്ചി എടുത്തന്ന്. അങ്ങനെ ഞാൻ ഫുൾ തിരക്കായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോയാലായിരുന്നു. നമ്മളെ വീട്ടിലൊരു പരിപാടി ഉള്ള പിന്നെ നമ്മൾ മുൻകൈ എടുത്ത് നിൽക്കണ്ടല്ലേ, അതായിരുന്നു അവസ്ഥ. ഈ വളക്കാപ്പിൻ്റെ ഒരു ഫംഗ്ഷൻ നമ്മുടെ വീട്ടിൽ ഇത് ആദ്യമായിട്ടാട്ടോ നടത്തുന്നത്. ഇങ്ങനെ 7ാം മാസം കൂട്ടിക്കൊണ്ടാണ് ചടങ്ങ് എന്നല്ലാതെ ഇങ്ങനെ ഒരു ഫംഗ്ഷനായിട്ട് ഇതുവരെ നടത്തിയിട്ടുണ്ടായില്ല, ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ കുറേ ഭാഗപ്പിഴകളൊക്കെ ഉണ്ടാവും. ഇതെങ്ങനെ നടത്താമെന്ന് ഞങ്ങൾക്ക് അറിയില്ല, അറിയണ പോലെയൊക്കെ ചെയ്യുക. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ അശ്നേച്ചി പറഞ്ഞു, അശ്നേച്ചി കൊല്ലത്തുള്ളതാണ്. അപ്പോൾ ചേച്ചീൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ വളക്കാപ്പ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ചേച്ചിയാണ് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് ഞങ്ങളിതാ ഏകദേശം ഇവിടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നത് ആതിരേച്ചിനെ കേട്ടോ. ചേച്ചി വരാതെ നമുക്ക് പരിപാടി തുടങ്ങാൻ പറ്റില്ലല്ലോ, ചേച്ചിയല്ലേ ഇവിടുത്തെ താരം. അങ്ങനെ ഇതാ ചേച്ചീൻ്റെ എന്തായി എന്ന് നമുക്ക് പോയി നോക്കാം. ഇതാ റൂമിലേക്ക് പോകും. അതിൻ്റെ കുഞ്ഞേട്ടനാട്ടോ, ആൾ ചിരിക്കുക. ഞാൻ അതാ മഞ്ഞപ്പൊടി കളിക്കാൻ വേണ്ടി ഓടെ എടുക്കണം. അപ്പോൾ വീഡിയോ എടുക്കണത് ആരാ? ഓ മീരേച്ചി കേട്ടോ വീഡിയോ എടുക്കുന്നത്. അതാ ആതിരേച്ചി ഇവിടെ അതാ മുടിയൊക്കെ കെട്ടണു. നമുക്ക് ഇവിടുത്തെ കുറച്ച് കലബിലൊക്കെ വെക്കാം. അങ്ങനെ അതാ ആതിരേച്ചി വന്നു കേട്ടോ, ഡ്രസ്സൊക്കെ മാറ്റി സെറ്റായിട്ട് അടിപൊളിയായിരുന്നു. ചേച്ചിനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ, എനിക്ക് നല്ല ഇഷ്ടമായി. ഒന്നാമത് ആ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ ആ സമയത്ത് ആ എലിയും മാലയും അവിടെ നിന്ന് വീണു കേട്ടോ. ഞാൻ എത്ര കഷ്ടപ്പെട്ട് അതൊക്കെ അവിടെ കുത്തിത്തിരക്കി വെച്ചെന്നറിയോ. എന്നിട്ട് അതിനത് അറിയണ്ടോ. എന്നിട്ട് ഞങ്ങൾ വീണ്ടും അത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇതാ നമ്മുടെ വളക്കാപ്പ് ഫംഗ്ഷൻ ഇവിടെ തുടങ്ങി. ഇത് അച്ഛനും അമ്മ കേട്ടോ, ഏട്ടൻ്റെ അച്ഛനും അമ്മയും കൂടിയിട്ട് ഇതാ വളട്ടെടുത്ത് മഞ്ഞളൊക്കെ തേച്ച് മധുരമൊക്കെ കൊടുത്ത് കുറച്ച് വീഡിയോ ക്ലിപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമുക്കറിയാമല്ലോ നമ്മൾ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ എങ്ങനെ വീഡിയോ എടുക്കാനാണ്. ഇതൊക്കെ ആരൊക്കെ എടുത്ത് എന്താ പറയുക വീഡിയോ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് കയറ്റിയത്. ഇത് ഞങ്ങളുടെ ചേച്ചി കേട്ടോ, നാത്തൂന് ഏട്ടൻ്റെ ചേച്ചിയാണ്. അത് ചേച്ചീൻ്റെ കുട്ടി, ഒരു മോളുണ്ട്. മോള് നവോദയയിൽ പഠിക്കുക കേട്ടോ. അളിയ ഇവിടെ നാട്ടിലില്ല. പിന്നെ അതാ ഞങ്ങൾ വന്ന് മധുരമൊക്കെ കൊടുത്ത് എല്ലാവരും ലഡു കൊടുത്തോണ്ട് ഏട്ടൻ പറഞ്ഞു എനിക്ക് ജിലേബി വേണമെന്ന്. ഏട്ടൻ്റെ വളക്കാപ്പ് പോലെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. പിന്നെ ഒരു അച്ഛനാവാൻ പോകുമ്പോഴുള്ള ആഗ്രഹങ്ങളല്ലേ, അതുകൊണ്ട് ഞാൻ ഏട്ടന് ജിലേബി കൊടുത്തു. വിഷ്ണുവേട്ടൻ ലഡു എൻ്റെ ഏട്ടൻ കൊടുത്തത്. പിന്നെ അതാ മഞ്ഞളൊക്കെ തേച്ച് ഞാൻ ഏട്ടനെ തേച്ച് കൊടുത്തിട്ടുണ്ടാകുന്ന മഞ്ഞളപ്പം ഏട്ടൻ എനിക്ക് തന്നെ തേക്കണം, ഓൾക്കല്ലേ തേക്കേണ്ടത്. ഞാൻ പറയില്ല ഏട്ടന് തേക്കണം, ജിലേബി മാത്രം തിന്നാൻ പോരല്ലോ, മഞ്ഞൾ തേക്കണം എന്ന് പറഞ്ഞ്. അങ്ങനെ ഒരു ജഗമ കയറുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അതാ സുരഭേച്ചി അശ്നേച്ചിയൊക്കെ വന്ന് പിന്നെ കൂടുതലും ഫോട്ടോസാട്ടോ എടുത്തത്, വീഡിയോസൊന്നും ഇല്ല.
പിന്നെ തിരക്കായി പോയി. പിന്നെ ടൈമും കുറേ വൈകിന്ന്. നേരം വൈകിട്ട് ഇറങ്ങാൻ പാടില്ലല്ലോ, കറക്റ്റ് ടൈമിന് ഇറങ്ങണ്ടേ. അങ്ങനെ അതാ എല്ലാവരും ഫോട്ടോ എടുത്തത് എൻ്റെ ഫാമിലി ആട്ടോ. അത് ചേച്ചീൻ്റെ അച്ഛനമ്മ, പിന്നെ ചേച്ചീൻ്റെ ഏട്ടൻ, ഇത് ചേച്ചി മക്കള്, ഇത് മേമമാർ, അമ്മൻ്റെ അനിയത്തിമാരാട്ടോ. പിന്നെ ചേച്ചീൻ്റെ ഫാമിലി ആട്ടോ. എനിക്ക് കറക്റ്റ് ഇത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല. മാമനമ്മായി ഉണ്ട്, മേമയും പാപ്പനും ഉണ്ട്, അങ്ങനെ അറിയില്ല. പിന്നെ അതാ സമയമായി. അച്ഛനും അമ്മയ്ക്കൊക്കെ ദക്ഷിണ കൊടുത്തിട്ട് ചേച്ചി ഇതാ ഇറങ്ങുക കേട്ടോ. എന്താണെന്നറിയില്ല, ആ ഒരു സമയം വരെ കളിച്ച് കുറിച്ചിട്ട് ഇറങ്ങാൻ നേരത്തെ നമുക്ക് എവിടുന്ന് അറിയില്ല ഭയങ്കര ഒരു സങ്കടമായിരുന്നേ. ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മൊക്കെ കൊടുത്ത് എനിക്ക് എന്തോ പോലെ ഉണ്ടായിരുന്നു. ചേച്ചി നാളെ ഇങ്ങോട്ട് വരും, പക്ഷെ എന്നാലും ഭയങ്കര ഒരു സങ്കടമായിരുന്നു കേട്ടോ. ചേച്ചിയും ആ സമയത്ത് കരഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ ഹാപ്പിയായി. ഞങ്ങളിത് ചേച്ചീനെ വണ്ടി കയറ്റാൻ വേണ്ടി പോവാം കേട്ടോ. ഇനി ഏട്ടൻ ചേച്ചീനെ അവിടെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരണം. അങ്ങനെ ഏട്ടൻ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് ഞങ്ങൾ മൂന്നാളും കൂടി ഇരുന്ന് ചോറൊക്കെ ഉണ്ട്. ഇനി ഇവരെ കുറച്ച് ഫോട്ടോസ് കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേറെ പിന്നെ കാണാൻ ടാറ്റാ.